ഹലോ എവ്രി വൺ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ SRT സീരീസിലെ അടുത്തൊരു അധ്യായമാണ്. നമ്മളിവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ പാഠഭാഗങ്ങളാണ് പഠിച്ചു വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 2 ഒരു അധ്യായത്തിലെത്തി നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലെ ആദ്യത്തെ 2 അധ്യായങ്ങളും പഠിച്ചു. 3-ാമത്തെ അധ്യായം ചലനം നിത്യജീവിതത്തിൽ എന്ന ഈ ഒരു അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ അധ്യായം ചലനം നിത്യജീവിതത്തിൽ എന്നതാണ്. അധ്യായം 8 ചലനം നിത്യജീവിതത്തിൽ. നമ്മുടെ ശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന ആശയമാണ് ചലനം എന്ന് പറയുന്നത്. ചലനമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു നിലനിൽപ്പിന് തന്നെ ആധാരം എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. അപ്പം മറ്റു വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് തുടർച്ചയായി മാറ്റം വരുമ്പോഴാണ് അതിനെ ചലിക്കുന്നു എന്ന് പറയുന്നത്. ഈ ചലനം എന്ന് പറയുന്നത് വിവിധ തരത്തിലാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചലനം നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നത് എന്നൊക്കെ ഈ ഒരു അധ്യായത്തിലൂടെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ താഴെ ഇതാ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ എല്ലാവരും പാർക്കിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ പാർക്കുകളിൽ വിവിധ തരത്തിലുള്ള റൈഡുകളുണ്ട്. അതുപോലെയുള്ളൊരു പാർക്കിൽ കുറച്ച് റൈഡുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ജെയിൻ വീല് നമുക്കറിയാം, ട്രെയിൻ റൈഡ് നമുക്കറിയാം, അതുപോലെ ഡാഷിങ് കാർ കണ്ടിട്ടുണ്ട്, മെറിഗോ റൗണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇവയെല്ലാം തന്നെ എന്താണ്? വിവിധ തരത്തിലുള്ള റൈഡുകളാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം ചലനങ്ങൾ കാണാൻ സാധിക്കും? പക്ഷികൾ പറക്കുന്നത് കാണാൻ സാധിക്കും, ഇലകൾ ആളുകൾ ചലിക്കുന്നുണ്ട്, ആളുകൾ നടക്കുന്നത് കാണാൻ സാധിക്കും, വാഹനങ്ങൾ നീങ്ങുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള ചലനങ്ങൾ നമ്മുടെ ഒരു ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ചലനം എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ചലിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഒരു വസ്തു ചലിക്കുമ്പോൾ അത് ആദ്യം നിൽക്കുന്ന സ്ഥാനവും പിന്നീട് അല്പസമയം കഴിഞ്ഞുള്ള സ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പറന്നുയരുന്ന പക്ഷിയുടെ 3 സ്ഥാനങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പക്ഷി പറന്നുയരുന്നതിനനുസരിച്ച് ഈ പക്ഷിയുടെ സ്ഥാനത്തിന് മാറ്റം സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ എന്താണ്? ചലനം സംഭവിച്ചു. എന്താണ് ചലനം? ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. അപ്പോൾ ഇത്തരത്തിൽ സ്ഥാനമാറ്റം, ഇപ്പോൾ ഈ പക്ഷിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനമാറ്റം സംഭവിക്കുന്നതുകൊണ്ടാണ് ഇത് ചലിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലെ ചുറ്റും നോക്കുകയാണെങ്കിൽ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ചലിക്കുന്നതാണോ? ചലിക്കുന്നില്ലാത്തതാണെങ്കിൽ ഏതൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയാം എന്തൊക്കെ ചലിക്കുന്നില്ല. നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കെട്ടിടങ്ങൾ, ഫേർണിച്ചർ, പർവ്വതങ്ങൾ, റോഡുകൾ, ഇതൊക്കെ എന്താണ്? ഇവയൊന്നും തന്നെ ചലിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവയെല്ലാം ചലിക്കാത്ത നിശ്ചലാവസ്ഥയിലാണ്. ഇവയുടെ സ്ഥാനത്തിന് സമയത്തിനനുസരിച്ച് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിശ്ചലാവസ്ഥ? ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയെ നിശ്ചലാവസ്ഥ എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നു. ഇവിടെ ഒരു സാഹചര്യം തന്നിട്ടുണ്ട്. ജെയിൻ വീലിലിരിക്കുന്ന 2 കുട്ടികൾ. അപ്പോൾ അതിൽ ആ 2 കുട്ടികൾ പറയാണ്, ജെയിൻ വീൽ കറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, സ്ഥാനം മാറുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ലേ? ചലിക്കുന്നുണ്ടോ? ഇവിടെ എന്താണ്? ജെയിൻ വീലിൽ ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് ഉത്തരം എഴുതാം. അതേപോലെ തന്നെ ഇവിടെ താഴെ നിൽക്കുന്ന കുട്ടി നമ്മളെ നിരീക്ഷിക്കുകയാണെങ്കിൽ, ഈ 2 കുട്ടികളെ നിരീക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ 2 പേരും ചലിക്കുന്നത് എനിക്ക് കാണാം. അപ്പോൾ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? താഴെ നിൽക്കുന്ന ഈ ഒരു കുട്ടീനെ അപേക്ഷിച്ച് ജെയിൻ വീലിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്താണ്? സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 കുട്ടികളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു റെഫറൻസ് ബോഡിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു വസ്തു ചലനത്തിലാണോ അല്ലയോ എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്.
ഇപ്പോൾ ജെയിൻ വീലിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ജെയിൻ വീലിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണിത് ഇവിടെ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നതിനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിനെയാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പറയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അവലംബക വസ്തു അല്ലെങ്കിൽ റഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു കായിക മേളയുടെ ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. അതും ശേഷം ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അവലംബക വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള സന്ദർഭം ചലനം കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സന്ദർഭം ഗ്യാലറിയിലിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഗ്യാലറിയിലിരിക്കുന്ന കുട്ടി, അതായത് ഗ്യാലറിയെ അപേക്ഷിച്ച് ഇവിടെ എന്താണ്, സ്ഥാനം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ചലനം ഇല്ല. ഇനി നമുക്ക് ഈ ഓടുന്ന കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഓടുന്ന കുട്ടികൾക്ക് എന്താണ്, ചലനമുണ്ട് ഓടുന്ന കുട്ടികൾക്ക്. ഗ്യാലറിയിലിരിക്കുന്ന കുട്ടികളെ അപേക്ഷിച്ച് മറ്റു കുട്ടികൾ ചലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചലനമുണ്ട്. അപ്പോൾ ഇപ്രകാരമാണ് ചലനമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നത്. ഒരു സ്ഥാനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഒരു വസ്തു ചലിക്കുന്നു എന്നും നിശ്ചലമാണ് എന്നും നമ്മളിപ്പോൾ കണ്ടെത്തിയത്. ഇത് ക്ലിയർ അല്ലേ? ഒരു സ്ഥാനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഒരു വസ്തു ചലിക്കുന്നുണ്ട് എന്നും അല്ലെങ്കിൽ നിശ്ചലമാണ് എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുട്ടികൾ ചലിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഇനി ഏതാനും ചില വസ്തുക്കൾ, അതിൽ ചലിക്കുന്നവയുണ്ടാവും ചലിക്കാത്തവയുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചലിക്കുന്ന വസ്തുക്കളിൽ ജലാശയത്തിൽ നീന്തുന്ന മത്സ്യം ചലിക്കുന്നതാണ്. റോഡിലൂടെ നീങ്ങുന്ന കാറ് നമുക്കറിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്ത് പറക്കുന്ന പക്ഷികൾ, ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ, കാറ്റിലിളകുന്ന ഇലകൾ, ഊഞ്ഞാലാടുന്ന കുട്ടി, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാവുന്ന കുറച്ച് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നിശ്ചല വസ്തുക്കളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? വീട്, പാറ, നിലത്ത് കിടക്കുന്ന കല്ല്, ഇരിക്കുന്ന ഒരു വ്യക്തി നിശ്ചലമാണ്. ക്ലാസ് മുറിയിലെ ഒബ്ജക്ട്സ് എല്ലാം, ബ്ലാക്ക് ബോർഡ്, ഡെസ്ക്, ബെഞ്ച് പോലെയുള്ള സാധനങ്ങളെല്ലാം, ഒരു മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം, ഇപ്പോൾ ഒരു മതിലിന് മുകളിലിരിക്കുന്ന ഒരു പന്ത്, പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനം, ഇതെല്ലാം എന്താണ്? നിശ്ചല വസ്തുവാണ്. അപ്പോൾ ചലിക്കുന്ന വസ്തുക്കൾ ഓരോന്നും ചലിക്കുന്നവയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഒരു നിശ്ചിത സ്ഥാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. നിശ്ചല വസ്തുക്കൾ ചലിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലായി. ഇനി ചലനം സർവത്ര ചലനം എന്താണ്? ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ തുടങ്ങി പ്രപഞ്ചത്തിൽ എല്ലാം അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ചലനത്തെ ആധാരമാക്കിക്കൊണ്ടാണ്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു വസ്തുവിനെ അവലംബമാക്കിക്കൊണ്ടാണ് ചലനം നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചലനം സാധ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ അവലംബകം മാറുന്നതിനനുസരിച്ച് നിശ്ചലമാണ് എന്ന് തോന്നുന്ന വസ്തുക്കളും ചലനത്തിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭൂമിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില വസ്തുക്കൾ നിശ്ചലമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അതേസമയം നമ്മൾ സൂര്യനെയോ അല്ലെങ്കിൽ സൗരയൂഥത്തിലെ മറ്റ് ഗോളങ്ങളെയോ അടിസ്ഥാനമാക്കി ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും ചലനത്തിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് ക്ലിയർ ആണോ? നമ്മളിവിടെ ചലനമാണ് അല്ലെങ്കിൽ ചലനത്തിലാണ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ്, നിശ്ചലമാണ് എന്ന് പറഞ്ഞത് എങ്ങനെയാ? ഒരു നിശ്ചിത വസ്തുവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പം ആ വസ്തുവിനനുസരിച്ച് ഇവിടെ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ചലനത്തിലാണ്, മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ചലനത്തിലല്ല, നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും അപ്പോൾ ഭൂമിയെ ആസ്പദമാക്കിയാണെങ്കിൽ നിശ്ചലമായിരിക്കുന്നവ സൂര്യനെയോ അല്ലെങ്കിൽ സൗരയൂഥത്തിലെ മറ്റ് ഗോളങ്ങളെയോ അടിസ്ഥാനമാക്കുകയാണ് എങ്കിൽ എല്ലാ വസ്തുക്കളും, ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും ചലനത്തിലാണ് എന്ന് പറയണം. ഇനി
ഇവിടെ താഴെ നൽകിയിട്ടുള്ള നോക്കിക്കേ, സ്കൂളിനെ നോക്കിയൊരു കുട്ടി പറയാണ് സ്കൂളും മരങ്ങളും ഒന്നും ചലിക്കുന്നില്ലല്ലോ. ഇല്ല. എന്നാൽ ഭൂമിക്ക് പുറത്ത് നിന്നുകൊണ്ട് ആ കുട്ടി പറയുന്നത് കണ്ടോ, സ്കൂളും മരങ്ങളും ഒക്കെ ചലിക്കുന്നുണ്ടല്ലോ. കാരണം എന്താ, ഭൂമി ഭ്രമണം ചെയ്യുകയും പരിക്രമണം ചെയ്യുകയും ചെയ്യുന്നില്ലേ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ചലനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാഗത്തേക്ക് കൂടി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരഭാഗങ്ങൾ പലതും നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും ചലിക്കുന്നില്ലേ. അതായത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാവുന്നില്ലേ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചില ചലനങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവയവം ചോദിച്ചിട്ടുണ്ട്, ശേഷം വിവിധ തരം ചലനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ആദ്യം ഹൃദയം തന്നിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ചലനം എങ്ങനെയാണ്, ഹൃദയമിടിപ്പാണ്, ഹൃദയമിടിപ്പ്. പിന്നെ ഇവിടെ തന്നതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം എങ്ങനെയാണ് നടക്കുന്നത്, ശ്വാസകോശമാണ് അവയവം, ശ്വാസകോശം. അപ്പോൾ ഇവിടെ നടക്കുന്ന ചലനം എന്താണ്, ശ്വസനമാണ്, ശ്വസനം. ഓക്കെ. ഇനി കണ്ണുകളോ, കൺപോളകളുടെ ചലനമില്ലേ, കൺപോളകൾ ഇങ്ങനെ ചിമ്മുക എന്ന് പറയില്ല. അപ്പോൾ ഈ കൺപോളകൾ ചിമ്മുന്നു. കുടലിലാണെങ്കിൽ പെരിസ്റ്റാൾസിസ് ഉണ്ട്. ആമാശയത്തിൽ പേശിയുടെ ചലനങ്ങളുണ്ട്. പേശികളിലാണെങ്കിൽ സങ്കോചവും വിശ്രമവുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നാം റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്തും നമ്മുടെ ശരീരഭാഗങ്ങൾ ചലിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തലത്തിലുള്ള ചലനങ്ങളുണ്ട്. എങ്ങനെയാണ്, ഇവിടെ ഈ ചിത്രം നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കറങ്ങുന്ന ഡിസ്ക് ഇതിലിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ കറങ്ങി ആ ഒരു സ്ഥാനമാറ്റം സംഭവിച്ച് ചലനം നമുക്ക് കാണാൻ സാധിക്കും. സ്ലൈഡറിൽ എങ്ങനെയാണ്, നേർരേഖയിലുള്ള ചലനമാണ് സാധിക്കുന്നത്. സീസോയിലാണെങ്കിൽ ഈ ഒരു ഭാഗം ഉയരുമ്പോൾ ഈ ഒരു ഭാഗം താഴും. അപ്പോൾ ഉയർന്നും താഴ്ന്നുമുള്ള ചലനമായിരിക്കും നടക്കുന്നത്. ഇവിടെ സ്ലൈഡറിലാണെങ്കിൽ നേർരേഖയിലുള്ള ചലനമാണ്. ഊഞ്ഞാലിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനമായിട്ട് സാധിക്കുന്നു. കറങ്ങുന്ന ഈ ഒരു ഡിസ്കിൽ വൃത്താകൃതിയിലുള്ളൊരു ചലനവുമായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ചലനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരു പരീക്ഷണമാണ് നൽകിയിട്ടുള്ളത്. പരീക്ഷണം 1 ചലനം നേർരേഖയിലാണ് എങ്കിൽ, ഇപ്പോൾ ഒരു ബലൂൺ വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബലൂണ് നീങ്ങി ഈ അറ്റത്തെത്തണം. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ അതിനായിട്ട് ട്വെയിൻ നൂല്, സ്ട്രോ, സെല്ലോ ടാപ്പ്, ബലൂൺ എന്നിവയൊക്കെ ആവശ്യമാണ്. ഇനി ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ റെഫറൻസ് എടുത്ത് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്ട്രോ ഈ ട്വെയിൻ നൂലിലൂടെ കോർത്തെടുക്കുക. ഈ ചിത്രത്തിൽ ട്വെയിനിൻ്റെ ഓരോ അഗ്രവും ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത അകലത്തിൽ കുറച്ച് ഉയരത്തിൽ, അതായത് ഒരേ ഉയരത്തിൽ തന്നെ വലിച്ച് കെട്ടുക. വീർപ്പിച്ചിട്ടുള്ള ബലൂൺ സ്ട്രോയിൽ ട്വെയിൻ നൂലിന് സമാന്തരമായി ചിത്രത്തിൽ കാണുന്നത് പോലെ ഒട്ടിക്കുക. ശേഷം ഈ ബലൂണിൻ്റെ കെട്ടഴിച്ച് വിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബലൂണ് നേർരേഖയിൽ ഇങ്ങനെ ഈ അറ്റത്ത് നിന്ന് ഈ ദിശയിലേക്ക് നേർരേഖയിൽ ചലിക്കുന്നതായിട്ട് കാണാനായി സാധിക്കും. അപ്പോൾ നിഗമനത്തിൽ എത്താൻ പറ്റുന്നത് എങ്ങനെയാണ്, ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ എന്താണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പരീക്ഷണത്തിലേക്ക്. ഇവിടെ ഒരു ഐസ്ക്രീം ബോൾ, കൂർപ്പിച്ച ചെറിയ പെൻസിൽ എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണിത് ചെയ്യേണ്ടത്? ഐസ്ക്രീം ബോളിൻ്റെ ഈ ഒരു അടപ്പിലും താഴെയുമായിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയ ശേഷം ആ കൂർപ്പിച്ച പെൻസിൽ അതിലൂടെ കടത്തി വിട്ട ശേഷം മുറുക്കി അടയ്ക്കുക. പെൻസിലിൻ്റെ അഗ്രം നിലത്ത് വെച്ച് ഒന്ന് കറക്കി നോക്കുകയാണ് എങ്കിൽ ഇങ്ങനെ പമ്പരമൊക്കെ കറങ്ങുന്നത് പോലെ ഐസ്ക്രീം ബോളിൻ്റെ ചലനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പെൻസിലിൻ്റെ അഗ്രം തറയിൽ ഉറച്ചു നിൽക്കുമ്പോൾ പന്ത് പെൻസിലിന് ചുറ്റും കറങ്ങുന്നത് കാണാൻ സാധിക്കും. പന്ത് അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതായിട്ട് കാണാനായി സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നിഗമനം? സ്വന്തം അക്ഷത്തെ ആധാരമാക്കിക്കൊണ്ട് വസ്തുക്കൾ ചലിക്കുന്ന ഈ ഒരു ചലനത്തിനെയാണ് ഭ്രമണ ചലനം അഥവാ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. സ്വന്തം അക്ഷത്തെ ആധാരമാക്കിക്കൊണ്ട് വസ്തുക്കൾ ചലിക്കുന്ന ചലനത്തെയാണ് ഭ്രമണ ചലനം അഥവാ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ പരീക്ഷണം, ചലനം വൃത്തപാതയിൽ. അപ്പോൾ ഇവിടെ
നമ്മുടെ വീടുകളിലൊക്കെയുള്ള ക്ലോക്കിൻ്റെ സൂചി, സെക്കൻഡ് സൂചി എങ്ങനെയാണ് ചലിക്കുന്നത്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പരീക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ളത് ഒരു മര സ്കെയിൽ, ഒരു ആണി, ഒരു പെൻസിൽ, ഒരു പേപ്പർ എന്നിവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. എങ്ങനെയാണ്? മര സ്കെയിലിൻ്റെ 2 അഗ്രങ്ങളിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ചെറിയ ദ്വാരം ഇടുക. അതിൽ ഒരു ദ്വാരത്തിലൂടെ ആണി കടത്തിവിട്ട ശേഷം സ്കെയിലിന് യഥേഷ്ടം കറങ്ങാൻ പറ്റുന്ന വിധത്തിൽ, ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ കറങ്ങാൻ പറ്റുന്ന വിധത്തിൽ മേശപ്പുറത്തുള്ളൊരു പേപ്പറിൽ ഇത് ഉറപ്പിക്കുക. അതിനുശേഷം മറ്റേ അറ്റത്ത് ഒരു ദ്വാരമുണ്ടാക്കി അതിൽ പെൻസിൽ കടത്തിവിടുകയും പേപ്പറിൽ സ്കെയിൽ വൃത്താകൃതിയിൽ ചലിപ്പിച്ചുകൊണ്ട് ആ ഒരു വൃത്തം വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ഒരു പേപ്പറിൽ വൃത്തം വരച്ചു നോക്കുമ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും പെൻസിൽ ചലിക്കുന്ന പാത വൃത്തമായിട്ടായിരിക്കും രൂപപ്പെടുന്നത്. അപ്പോൾ വൃത്താകൃതിയിലുള്ള ഈ ഒരു പാതയിനെയാണ് നമ്മൾ വർത്തുളപാത എന്ന് പറയുന്നത്. വർത്തുളപാത, വൃത്താകൃതിയിലുള്ള പാതയ്ക്ക് വർത്തുളപാത എന്നാണ് പറയുന്നത്. ഇപ്പം ജെയിൻ വീലിലിരിക്കുന്ന കുട്ടികളും ഒരു വൃത്തപാതയിലല്ലേ സഞ്ചരിക്കുന്നത്, ആ ഒരു വൃത്തം അവർ പൂർത്തിയാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിരീക്ഷിച്ചത് എന്താണ്? 2 പെൻസിൽ, 2 സന്ദർഭങ്ങൾ, ഇപ്പോൾ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന തരത്തിലാണെങ്കിലും എന്താണ്, 2 സന്ദർഭങ്ങളിലും പെൻസിൽ ചലിക്കുന്ന പാത ഒരു വൃത്തമായിട്ടാണ് രൂപപ്പെട്ടത്. വൃത്താകൃതിയിലുള്ള പാതയ്ക്ക് വർത്തുളപാത എന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിലുള്ള ചലനം, വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനത്തിനെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. അടുത്തത് 4ാമത്തെ പരീക്ഷണം. എന്താണ്? ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനായിട്ട് ഇവിടെ ഒരു ആണി വേണം, അതിനുശേഷം ഒരു ട്വയിൻ നൂല് വേണം, ഒരു കല്ലും വേണം. ഇങ്ങനെ ഈ ആണിയും കല്ലും ട്വയിനും ഉപയോഗിച്ച് ഊഞ്ഞാലിന് സമാനമായിട്ടുള്ള, ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്രകാരം ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കല്ല് പോയി വരുന്ന പാകത്തിന് ഇങ്ങനെ ഒരു പരീക്ഷണം തയ്യാറാക്കി വെക്കുക. ശേഷം നൂലിൽ കെട്ടി തൂക്കിയിട്ടിട്ടുള്ള ഈ കല്ല് നിശ്ചലമായി നിൽക്കുന്ന സ്ഥാനം ഇതൊന്ന് നോക്കുക. ഇതാണ് തുലന സ്ഥാനം എന്ന് പറയുന്നത്. ചിത്രത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമല്ലേ? തുലന സ്ഥാനം. ഇവിടെ നൂലിൽ കെട്ടി തൂക്കി ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുള്ള ഈ ഒരു കല്ല് നിശ്ചലമായി നിൽക്കുന്ന ഈ സ്ഥാനത്തിനെയാണ് തുലന സ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കല്ല് ഇപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ എന്താണ് ഇവിടെ നിരീക്ഷണം? ഈ കല്ലിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം തുലന സ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഇങ്ങനെ ഇരുവശത്തേക്കുമുള്ള ഈ ഒരു കല്ലിൻ്റെ ചലനം ഈ ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിൻ്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ഒരു ചലനത്തിനെയാണ് നമ്മൾ ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദോലനം? തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനത്തെയാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തുലനസ്ഥാനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ തുലനസ്ഥാനം, ഇവിടെ തുലനസ്ഥാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? തുലനസ്ഥാനത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ആ ഒരു ചലനത്തിനെയാണ് ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈ ഓസിലേഷന് കുറച്ച് ഉദാഹരണങ്ങൾ പറയണമെങ്കിൽ എന്തെല്ലാം പറയാൻ പറ്റും? നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള ഒന്നാണ്. എന്താണ്? ക്ലോക്കിൻ്റെ, പെൻഡുലത്തിൻ്റെ ചലനം, അത് ദോലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ദോലനം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ദോലനത്തിൽ വസ്തു തുലനസ്ഥാനത്തെ ആധാരമാക്കി വേഗത്തിൽ ചലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് മനസ്സിലാകുന്നതിനായിട്ട് നമുക്ക് മറ്റൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട്? ഒരു സ്റ്റീൽ സ്കെയിൽ വേണം, ട്യൂണിംഗ് ഫോക്ക് വേണം. ഇത് കണ്ടിട്ടില്ലേ? ഇതാണ് ട്യൂണിംഗ് ഫോക്ക്. ഈ ട്യൂണിംഗ് ഫോക്ക് കൂടാതെ റബ്ബർ ഹാമർ വേണം, റബ്ബർ ബാൻഡും വേണം. ഓക്കെ, ഇനി ഈ ഒരു പരീക്ഷണം എങ്ങനെയാണ്? ഇപ്പോൾ സ്റ്റീൽ സ്കെയിലിൻ്റെ ഒരു അഗ്രം മേശപ്പുറത്ത് അമർത്തി പിടിക്കുക, മറ്റേ അറ്റം താഴേക്ക് അമർത്തി വിടുക. അപ്പോൾ ആ ഒരു സ്കെയിൽ ഇങ്ങനെ ചലിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിൽ ഒരു ചലനം, ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റീൽ സ്കെയിലിൻ്റെ ഒരു അഗ്രം മേശപ്പുറത്ത് ഇങ്ങനെ അമർത്തി പിടിച്ച് മറ്റേ അറ്റം ഇതുപോലെ ഇങ്ങനെ ഒരു മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടം വരെയാണ് മേശയുള്ളത്. മറ്റേ അറ്റം ഇതുപോലെ ഇങ്ങനെ അമർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ അത് മേലേക്കും താഴേക്കുമായിട്ടൊരു സ്പീഡിലുള്ളൊരു ചലനം ഉണ്ടാവില്ലേ, അതൊന്ന്. പിന്നൊന്ന് റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ച് നടുവിൽ തട്ടുകയാണെങ്കിൽ, ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്, അപ്പം നടുവിലൊന്ന് തട്ടുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചലിക്കുന്നുണ്ടാവുക? ഇനി അടുത്തൊരു ചലനം
ട്യൂണിംഗ് ഫോർക്ക്. ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്, അതിൻ്റെ ഭുജങ്ങളാണ് ഇത്. അപ്പോൾ ഈ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക. അപ്പോൾ ആ ഒരു ഭുജത്തിൻ്റെ ചലനം എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? അപ്പോൾ ഈ ചലനങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയല്ലേ വരുന്നത്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 3 പ്രവർത്തനങ്ങളിലും വേഗത കൂടിയ ചലനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ദോലനത്തിന് വേഗത കൂടിയപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഈ 3 പ്രവർത്തനങ്ങളിലും വേഗത കൂടിയ ചലനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദോലനത്തിന് വേഗത കൂടിയപ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ടായി. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ചെറിയ ശബ്ദമുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ ഒരു ചെറിയ ശബ്ദം നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ദ്രുതഗതിയിലുള്ള ഒരു ദോലനമാണ് കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്പനങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇപ്പോൾ വാദ്യോപകരണങ്ങളുടെയൊക്കെ വിവിധ ഭാഗങ്ങൾ കമ്പനം ചെയ്യിപ്പിച്ചാണ് ആ ഒരു ശബ്ദം പുറത്തുവിടുന്നത്. അപ്പോൾ എന്താണ് കമ്പനം? കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗിറ്റാർ വായിക്കുമ്പോൾ കമ്പിയുടെ ചലനം, വീണ മീട്ടുമ്പോഴുള്ള ചലനം, ചെണ്ട കൊട്ടുമ്പോഴുള്ള ചലനം, ഇതെല്ലാം കമ്പനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ശബ്ദവും കമ്പനവും. കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഏത് ശബ്ദമുണ്ടാകുമ്പോഴും അതിന് കാരണമായിട്ട് ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. അതുപോലെ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിപ്പിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ചെറിയ ഒരു ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിപ്പിച്ചുകൊണ്ടാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതമുണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെണ്ട പോലെയുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം ആണ് കമ്പനം ചെയ്യുന്നത്. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിലൊക്കെ വായുവാണ് കമ്പനം ചെയ്തത്. അങ്ങനെ ഏത് വിധേനയാണെങ്കിൽ കൂടിയും കമ്പനം ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ശബ്ദം പുറത്തു വരുന്നത് എന്നുള്ളതാണ്. വിവിധ തരം ചലനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. ഓരോ ഉപകരണത്തിലെ ചലനങ്ങളും അവ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതും ഇവിടെ പൂർത്തിയാക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പട്ടിക ഒന്ന് നോക്കിക്കേ. ചലിക്കുന്ന വസ്തു സീസോ തന്നിട്ടുണ്ട്. സീസോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ചലനം എന്താണ്? ഒരു തുലന വസ്തുവിനെ ആസ്പദമാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനമാണ്. അതെന്താണ്? ദോലനമാണ്. അപ്പോൾ ഈ ദോലനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സീസോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിനോദത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ക്ലോക്കിലെ സൂചി എങ്ങനെയാണ്? ക്ലോക്കിലെ സൂചിയാണ്. അതൊരു വർത്തുള ചലനമല്ലേ? വർത്തുള ചലനം. എന്തിനാ പ്രയോജനപ്പെടുത്തുന്നത്? സമയം അറിയുന്നതിനായിട്ടാണ്. പമ്പരം എങ്ങനെയാണ് കറങ്ങുന്നത്? നമ്മൾ ആദ്യം കുറച്ച് മുന്നേ പഠിച്ചപ്പോൾ ഒരു ബോൾ അതിലൊരു പെൻസിൽ വെച്ചിട്ടുള്ള ആ ഒരു പരീക്ഷണം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്തായിരുന്നു? പമ്പരം ഭ്രമണമാണ് ഉദ്ദേശിക്കുന്നത്. ഭ്രമണ ചലനമാണ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വിനോദത്തിന് വേണ്ടിയിട്ട്. വീണയിലെ കമ്പി കമ്പനമാണ് ചെയ്യുന്നത്. ഇമ്പമുള്ള ശബ്ദമുണ്ടാകുന്നു. ഇത്തരത്തിലാണ് വീണയിലെ കമ്പി ഉപയോഗിച്ച് ഈ ഒരു കമ്പനം കൊണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള വിവിധ ചലനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മറ്റൊരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഒരു കളിപ്പങ്ക് നിർമ്മിക്കുന്ന ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. അതിനായിട്ട് ഒരു ഐസ്ക്രീം ബോൾ, നൂല്, കുടക്കമ്പി, ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിൽ വരുന്നൊരു കുടക്കമ്പി, മുത്ത്, പെറ്റ് ബോട്ടിൽ, സ്റ്റെൻസിൽ കട്ടർ അല്ലെങ്കിൽ ഒരു പേപ്പർ കട്ടർ, ഈർക്കിൽ എന്നിവയൊക്കെയാണ് വേണ്ടത്. ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഈ സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ വേണ്ടത്. അതിനുശേഷം നമ്മൾ പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. പെറ്റ് ബോട്ടിലിൻ്റെ അടപ്പുള്ള ഭാഗം മുറിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ ഫാനിൻ്റെ ലീഫുകൾ തയ്യാറാക്കുക. ഇതുപോലെ ഇവിടെ കട്ട് ചെയ്യാം. ശേഷം ഇതുപോലെ ഈ രീതിയിൽ ലീഫുകൾ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിലും അടിയിലും ഒരു വശത്ത് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കിയെടുക്കുക. ഫാൻ ആണെങ്കിൽ കുടക്കമ്പിയിൽ ഉറപ്പിക്കുക. ഇവിടെ ഈ തന്നിട്ടുള്ളതുപോലെ ഈ ഒരു ഫാന് കുടക്കമ്പിയിൽ ഉറപ്പിക്കുക. കുടക്കമ്പിയുടെ മധ്യഭാഗത്ത് നൂല് കെട്ടി ഐസ്ക്രീം ബോളിൻ്റെ വശത്തെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇവിടെ ഈ കാണുന്നത് പോലെ അത് ചെയ്യുക. നൂലിൻ്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ഈർക്കിൽ കെട്ടുക. അതിനുശേഷം
ഫാൻ ഉറപ്പിച്ച കുടക്കമ്പി ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിലെ ദ്വാരത്തിലൂടെ ബോളിനുള്ളിലേക്ക് കടത്തിവിടുക. നൂല് മുഴുവൻ അപ്പോൾ എവിടെ, അതിനുശേഷം ആ നൂല് മുഴുവൻ ആ കമ്പിയിൽ ചുറ്റിയെടുക്കുക. അതിനുശേഷം കമ്പിയുടെ അഗ്രഭാഗം ഐസ്ക്രീം ബോളിൻ്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ ഇറക്കി വിടുക. ഇതിലിങ്ങനെ കാണുന്നത് പോലെ ഇറക്കി വിടുക. അതിനുശേഷം തുടർന്ന് നൂലിൻ്റെ അഗ്രഭാഗം വലിച്ച് ഉപകരണം ഇവിടെ കാണുന്നത് പോലെ വലിച്ച് പ്രവർത്തിപ്പിക്കുക. ഈ ഒരു സമയത്ത് ഈ ഒരു ഉപകരണത്തിൻ്റെ ഓരോ ഭാഗത്തും നടക്കുന്ന ചലനങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഫാനിൻ്റെയും ഐസ്ക്രീം ബോളിൻ്റെയും ഇടയിൽ മിനുസമുള്ള ഒരു മുത്ത് ചേർത്താൽ ആ കറക്കത്തിൻ്റെ ആ ഒരു ശബ്ദം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കളിപ്പങ്കയുടെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള കമ്പി, ഫാൻ, നൂൽ എന്നിവയുടെ ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുടക്കമ്പിയുടെ ചലനം, ഇവിടെ ഈ കുടക്കമ്പിയുടെ ചലനം ഒരു ഭ്രമണ ചലനമായിട്ട് കാണുന്നതിനായിട്ട് സാധിക്കും. ഇവിടെ കുടക്കമ്പിയുടെ ചലനം ഭ്രമണ ചലനമാണ്. ഫാനിൻ്റെ ചലനം എങ്ങനെയായിരിക്കും? ഫാനിൻ്റെ ചലനം വരുന്നതും ഭ്രമണ ചലനം തന്നെയായിരിക്കും. നൂലിൻ്റെ ചലനമാണെങ്കിൽ രേഖീയ ചലനമാണ് വരുന്നത്. അപ്പോൾ കുടക്കമ്പിയുടെ ചലനം ഭ്രമണ ചലനം, ഫാനിൻ്റെ ചലനം ഭ്രമണ ചലനം, നൂലിൻ്റെ ചലനം രേഖീയ ചലനം എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു ടോയ് കാർ ചലിക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ചലനങ്ങളാണ് ഉണ്ടാകുന്നത്? ഒരു ടോയ് കാർ ചലിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ചലനങ്ങളാണ് ഉണ്ടാകുന്നത്? അപ്പോൾ എന്താണ്? ചക്രങ്ങൾക്ക് ചലനം ഉണ്ടാകും. ചക്രങ്ങൾക്ക് ചലനം ഉണ്ടാകുന്നത് ഭ്രമണ ചലനമാണ്. ചക്രങ്ങൾ ഉരുണ്ടുരുണ്ട് പോവുക ഭ്രമണ ചലനമാണ്. എന്നാൽ കാറിന് രേഖീയ ചലനമല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാറ് ഇവിടുന്ന് ഇങ്ങനെ ചലിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാറ് രേഖീയ ചലനത്തിലാണ്, ഈ ചക്രങ്ങൾ ഭ്രമണ ചലനത്തിലാണ് ഉള്ളത്. അങ്ങനെ ചലനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ബലവും ചലനവും. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിപ്പിക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിപ്പിക്കുന്നതിനായിട്ട് ഒരു ബലം പ്രയോഗിക്കണം, അല്ലേ? അപ്പോൾ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നത്. തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ബലം പ്രയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ പന്തിൻ്റെ ചലനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ പന്ത് എങ്ങനെയാണ് ചലിപ്പിക്കുന്നത് എങ്ങനെയാണ്? കാലുകൾ കൊണ്ട് ഓരോ കളിക്കാരനും പന്തിന്മേൽ ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ഒരു ബലപ്രയോഗത്തിനനുസരിച്ചാണ് പന്ത് ചലിക്കുന്നത്. അപ്പോൾ പന്തിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ച് എങ്ങനെയെല്ലാം ഈ പറയുന്ന പന്ത് ചലിക്കുന്നു എന്നുള്ളത് ഇവിടെ താഴെ നോക്കിക്കേ. ചലിപ്പിക്കാം, ദിശ മാറ്റാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? അപ്പം അതിനായിട്ടൊരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഒരു കുട്ടി ഫുട്ബോൾ തറയിൽ വെച്ച് നേരെ തട്ടുന്നു. മറ്റൊരു കുട്ടി ബോള് ശക്തിയോടെ തട്ടി അതിൻ്റെ ദിശ മാറ്റുന്നു. വേഗത്തിൽ വരുന്ന ഈ ഒരു ഫുട്ബോള് മറ്റൊരു കുട്ടി കിക്ക് ചെയ്ത് ഉയർത്തി അടിക്കുന്നു. വായുവിലൂടെ അതിൻ്റെ ചലനം നിരീക്ഷിക്കുകയാണ് എങ്കിൽ ബലം പ്രയോഗിക്കുന്നതിലൂടെ പന്തിന് എന്തെല്ലാം മാറ്റങ്ങൾ, ചലന മാറ്റങ്ങൾ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്? ബലം പ്രയോഗിക്കുന്നതിലൂടെ പന്തിന് വിവിധ തരത്തിലുള്ള ചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ ഓരോ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. നേരെ തട്ടുന്നു, അതായത് നേർരേഖയിലുള്ള തട്ടൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ദിശ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയരം കൂടുന്നുണ്ട്, ഉയര വ്യത്യാസം വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ആ ഒരു പന്തിന് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താൻ സാധിക്കും? പന്ത് ചലിപ്പിക്കാൻ മാത്രമല്ല ദിശ മാറ്റുന്നതിനായിട്ടും ഇവിടെ ബലം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പന്ത് ചലിപ്പിക്കുന്നതിന് മാത്രമല്ല ദിശ മാറ്റുന്നതിനും ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇനി നിശ്ചലാവസ്ഥയിലാക്കാം. ഒരു കുട്ടി പന്ത് തറയിൽ ഉരുട്ടട്ടെ. പന്ത് നിശ്ചലമാക്കാൻ ഒരു കുട്ടി ശ്രമിക്കട്ടെ. പന്ത് നിശ്ചലമാക്കാൻ കുട്ടി എന്താണ് പ്രയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ അവിടെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കുന്നതിനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുന്നതിനും ഒരു നിശ്ചിത ബലം പ്രയോഗിക്കണം. അങ്ങനെ ചലിക്കുന്ന വസ്തുക്കളെ ചലനവേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിശ്ചല വസ്തുക്കളെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലനവേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം.
നമ്മൾ നേരത്തെ പഠിച്ച ഉദാഹരണത്തിൽ ഒരു ബോൾ തട്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ബലം കൊടുക്കുമ്പോഴല്ലേ ആ ഒരു ബോൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബോൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചലിച്ചുകൊണ്ട് വരുന്ന ഒരു ബോൾ നമ്മൾ പിടിച്ചു നിർത്തുന്ന സമയത്തും ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുന്നു. അതുപോലെ നമ്മൾ ചലനത്തിൻ്റെ ആ ഒരു ദിശ മാറ്റും. ഒരു ഉരുണ്ട് വരുന്ന ഒരു ബോളിനെ നമ്മൾ തട്ടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ദിശ മാറ്റാനായി സാധിക്കും. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഒരു നിശ്ചിത ബലം ഉപയോഗിക്കുന്നു. ഇനി വിവിധ തരം ചലനങ്ങളെ ആരോഗ്യ പരിപാലനത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും. അപ്പം അതിനായിട്ട് വ്യായാമം ചെയ്യുന്ന സമയത്ത് വിവിധ തരം ചലനങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ നോക്കാം നമുക്ക്. ഇപ്പോൾ ബലം ഒരിടത്ത്, ചലനം മറ്റൊരിടത്ത്. ആ ഒരു ആശയം മനസ്സിലായോ? ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ചുകൊണ്ട് ചലനം സാധ്യമാക്കാൻ സാധിക്കുന്നുണ്ടോ? ചിത്രത്തിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ ചലനം നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇതിവിടെ തന്നിട്ടുണ്ട്. സൈക്കിളിൻ്റെ ഭാഗങ്ങൾ: പെഡലുണ്ട്, വലിയ പൽചക്രമുണ്ട്, ചെറിയ പൽചക്രമുണ്ട്, ചെയിനുണ്ട്, വീലുകളുണ്ട്. ഇതിൽ ഓരോ ഭാഗത്തിൻ്റെയും ചലനം എപ്രകാരമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പെഡൽ എങ്ങനെയാണ് ചലിക്കുന്നത്? ഭ്രമണ ചലനമല്ലേ? ഭ്രമണ ചലനമാണ് പെഡലിൻ്റേത്. അതുപോലെ വലിയ പൽചക്രത്തിൻ്റെ ചലനവും ഭ്രമണം തന്നെയാണ്. ചെറിയ പൽചക്രത്തിൻ്റെതും ഭ്രമണം തന്നെയാണ് വരുന്നത്. എന്നാൽ ചെയിൻ എങ്ങനെയാണ്? ചെയിന് നേർരേഖാചലനവും വർത്തുള ചലനവും, രണ്ട് ചലനങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നേർരേഖാചലനം, ചെയിൻ എങ്ങനെയാണ് വരുന്നത്? ചെയിൻ ഇങ്ങനെ ഇപ്രകാരമല്ല. നേർരേഖാചലനം എന്നും പറയാം, വർത്തുള ചലനം, രണ്ട് ചലനവും ഇവിടെ വരുന്നുണ്ട്. നേർരേഖാചലനം, വർത്തുള ചലനം. ഇനി വീലുകൾ എങ്ങനെയാ? ഭ്രമണചലനം എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നേർരേഖാചലനവും കൂടെ ഉണ്ട് കേട്ടോ. ഭ്രമണചലനവും ഉണ്ട്, നേർരേഖാചലനവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് പെഡലിലല്ലേ നമ്മൾ ബലം കൂടുതൽ പ്രയോഗിക്കുന്നത്. അപ്പോൾ പെഡലിൽ ബലം പ്രയോഗിക്കുമ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെയിൻ വഴി എത്തുകയാണ് ചെയ്യുന്നത്. പെഡലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ ഗിയർ തിരിയുകയും ഇത് പിൻചക്രത്തിലെ ചെറിയ ഗിയറിനെ കറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബലം പിൻചക്രത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഈ ഒരു സൈക്കിളിനെ അത് നീക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ ചലിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിടത്തേക്ക് എത്തിച്ചുകൊണ്ട് ചലനം സാധ്യമാക്കാൻ കഴിയും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൈക്കിളിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ബെൽറ്റ്, പൽചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ വാഹനങ്ങളിലും ഉപകരണങ്ങളിലും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ഇവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ഒരു പ്രവർത്തനം ചെയ്യാം. അതിനായിട്ട് ഒരു മരപ്പലക, 4 പ്ലാസ്റ്റിക് അടപ്പുകൾ ഒരേ വലുപ്പമുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ആൻഡ് സി അതേപോലെ തന്നിട്ടുണ്ട്. ചെറിയ ഒരു പ്ലാസ്റ്റിക് അടപ്പ് ഇവിടെ തന്നിട്ടുള്ളത്, ഡിയിൽ തന്നിട്ടുള്ളതുപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് അടപ്പ്. അതിനുശേഷം ഒരു വലിയ പ്ലാസ്റ്റിക് അടപ്പ്, ഈ ബി എന്ന് തന്നിട്ടുള്ളത്. പിന്നെ ആണികൾ 4 എണ്ണം, റബ്ബർ ബാൻഡ് 3 എണ്ണം, അങ്ങനെയാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ മരപ്പലകയുടെ മുകളിൽ ഒരേ വലിപ്പമുള്ള പ്ലാസ്റ്റിക് അടപ്പുകൾ എ എന്ന് ആണി ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരിയുന്ന രീതിയിൽ ഇവിടെ ഉറപ്പിക്കുക. ശേഷം മറ്റ് 3 പ്ലാസ്റ്റിക് അടപ്പുകൾ, ഇപ്പോൾ ബി, സി, ഡി ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരിയുന്ന രീതിയിൽ തന്നെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതുപോലെ ഇങ്ങനെ ക്രമീകരിക്കുക. എയിൽ നിന്ന് നിശ്ചിത അകലം വരുന്ന വിധത്തിലാണ് ബി, സി, ഡി എന്നിവ ക്രമീകരിക്കേണ്ടത്. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് എയിൽ നിന്ന് ബിയിലേക്ക് ക്രമീകരിച്ച് എ എന്ന അടപ്പ് കറക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എ എന്ന അടപ്പ് കറങ്ങുന്നതോടൊപ്പം തന്നെ ബി എന്ന അടപ്പും കറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് സിയിലേക്കും ഡിയിലേക്കും ക്രമീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ആവർത്തിക്കുക. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ബി, സി, ഡി എന്നീ അടപ്പുകൾ കറങ്ങുന്ന ആ ഒരു ഭ്രമണചലത്തിൻ്റെ വേഗത നമുക്ക് കാണാനായി സാധിക്കും. എന്താണ് ഈ വേഗതകൾക്ക് പ്രത്യേകത? അപ്പോൾ എ ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്ത് സി ഒരു പ്രാവശ്യം കറങ്ങുന്നുണ്ട്. എ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഇവിടെ ബി എന്താണ്? ബി 1ൽ താഴെ തവണ മാത്രമേ കറങ്ങുന്നുള്ളൂ, കാരണം ബി വലുതല്ലേ. അതുപോലെ എ ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്ത് ഡി ആണെങ്കിൽ 1ലധികം പ്രാവശ്യം കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ചോദിച്ചിട്ടുണ്ടത് എ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ സി ഒരു പ്രാവശ്യം, കൃത്യമായിട്ട് ഒരേ അളവായതുകൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങുന്നു.
എ ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്ത് ബി ഒന്നിൽ താഴെ തവണ മാത്രമേ കറങ്ങുന്നുള്ളൂ. ഡി ആണെങ്കിൽ ഒന്നിലധികം പ്രാവശ്യം കറങ്ങുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു നിഗമനത്തിലെത്താനായി സാധിക്കും. വലിയ ചക്രം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചക്രം കറക്കുമ്പോൾ വേഗത കൂടുമെന്നും ചെറിയ ചക്രത്തെ ഉപയോഗിച്ച് വലിയ ചക്രം കറക്കുമ്പോൾ വേഗം കുറയുമെന്നും നമുക്കിവിടെ മനസ്സിലായി. വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രം കറക്കുമ്പോൾ വേഗം കൂടും. ചെറിയ ചക്രത്തെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ചക്രം കറക്കുമ്പോൾ വേഗം കുറയും. അപ്പോൾ ഇവിടെ സൈക്കിളിൽ ഉപയോഗിച്ച രീതി നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രം കറക്കുന്നു, അങ്ങനെയാണ് ചലനം സംഭവിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയാണ്, ഇതിന് സമാനമായിട്ടുള്ള ഒരു രീതിയിലാണ് വാഹനങ്ങളിൽ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സൈക്കിളിലും വലിയ പൽചക്രം ഉപയോഗിച്ചുകൊണ്ടാണ് ചെറിയ പൽചക്രം കറക്കുന്നത്. അങ്ങനെയാണ് അതിൽ സൈക്കിളിലെ ആ ഒരു ചലനം സാധ്യമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതി. വാഹനങ്ങൾ, യന്ത്രോപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിന് പൽചക്രങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഈ പൽചക്ര സംവിധാനത്തിൽ പൊതുവെ വലിപ്പ വ്യത്യാസത്തിലുള്ള ചക്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. വേഗം കൂട്ടാനും കുറയ്ക്കാനുമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചക്രത്തിൻ്റെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ച് അവിടെ വേഗതയ്ക്ക് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. അത് ഓക്കെ അല്ലേ? ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ ചിത്രങ്ങൾ നോക്കിക്കേ. വേഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ചിത്രത്തിലെ രീതിയായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്? വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചിത്രം എ ആണോ ബി ആണോ? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചിത്രം എ ആയിരിക്കോ ബി ആയിരിക്കോ? വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആൻസർ കിട്ടിയോ? ചിത്രം എ ആണ്. ഈ ചിത്രം എയിൽ കാണുന്നത് പോലെയുള്ള ക്രമീകരണം ഉപയോഗിക്കുകയാണെങ്കിൽ വേഗത കുറയ്ക്കാനായിട്ടും, ചിത്രം ബിയിലേതുപോലെയുള്ള ക്രമീകരണമാണ് എങ്കിൽ വേഗത കൂട്ടാനായിരിക്കും സഹായിക്കുന്നത്. അപ്പോൾ ചലനാത്മകമായിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ശാരീരിക പ്രക്രിയകളിലും ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ചലനം വേഗത്തിലോ സാവധാനത്തിലോ ആകാം. വസ്തുക്കളെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം എന്നുള്ളതും നമ്മളിവിടെ പഠിച്ചു. ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിടത്ത് എത്തിച്ചുകൊണ്ട് ചലനം സാധ്യമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കി. അപ്പോൾ ഇതുകൂടാതെ ചലനം, ബലം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? തെറ്റായവ തിരുത്തി എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒരു വസ്തുവിൻ്റെ ചലനവേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ബലം പ്രയോഗിക്കണം എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ബി, വേഗം കൂട്ടുന്നതിന് മാത്രമാണ് പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്. അതെയോ? വേഗം കൂട്ടുന്നതിന് മാത്രമാണോ ഉപയോഗിക്കുന്നത്? അത് തെറ്റല്ലേ. വേഗത കൂട്ടാനും കുറയ്ക്കാനും ഗിയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സി, എന്താണ് സി പറഞ്ഞിട്ടുള്ളത്? ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് അതല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ക്ലോക്കിലെ സൂചി തിരിയുന്നത് നേർരേഖാചലനമാണ്. ക്ലോക്കിലെ സൂചി എപ്രകാരമാണ് തിരിയുന്നത്? ഈ ഒരു രീതിയിലല്ലേ ക്ലോക്കിലെ സൂചി തിരിയുന്നത്? നേർരേഖാചലനമാണോ? അല്ല, ഭ്രമണം അല്ലെങ്കിൽ വർത്തുള ചലനമാണ്. അപ്പോൾ ഡി തെറ്റാണ്. എയും സിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ചലനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു ചലനം വ്യത്യസ്തമായതുണ്ടോ? എന്തുകൊണ്ടാണ്? ഊഞ്ഞാലിൻ്റെ ചലനം, തൊട്ടിലിൻ്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം എന്നിവയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. തൊട്ടിലിൻ്റെ ചലനം, ഇതൊക്കെ ചിന്തിക്കണം കേട്ടോ. അതെങ്ങനെയാണ് എന്നുള്ളതൊന്നും മൈൻഡിൽ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടോ. ഇതൊന്നും കാണാതെ പഠിക്കലൊന്നും നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം വരുന്നത്, തൊട്ടിലിൻ്റെ ചലനം വരുന്നത്, അതുപോലെ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം വരുന്നത് എല്ലാം എന്താണ്? ദോലനമാണ്. എന്നാൽ ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം കമ്പനമാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? കമ്പനമാണ്. ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം കമ്പനമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നു. ഈ സമയത്ത് പേനയുടെ ചലനത്തിന് സമാനമായിട്ടുള്ള ചലനം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്?
അപ്പോൾ ഈ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നേർരേഖ വരയ്ക്കുമ്പോൾ അവിടെ ആ ഒരു രേഖ വരുന്ന ആ ഒരു ചലനം ഏതാണെന്ന് ചോദിച്ചിട്ട് നമുക്കിവിടെ നോക്കാം. വാഹനങ്ങളുടെ വൈപ്പറിൻ്റെ ചലനം ആണോ? അല്ല. നമ്മളിത് പഠിച്ച സമയത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചലനമാണ് എന്നുള്ളത്. അപ്പോൾ അത് ഓക്കെയാണ്. വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസിൻ്റെ ചലനമാണോ? ലിഫ്റ്റിൻ്റെ ചലനം, എറിയുന്ന കല്ലിൻ്റെ ചലനം, ഇതിലേതാണ് സ്കെയിൽ ഉപയോഗിച്ച് പെന്ന് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വര വരയ്ക്കുമ്പോൾ പെന്നിനുണ്ടാകുന്ന ചലനത്തിന് സമാനമായിട്ടുള്ളത്? അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ്ങർ കോൺസെപ്റ്റ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ ഒരു ഗ്യാപ്പ് ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പാടാവാനാണ് ചാൻസ്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്ലാസ് മിസ്സാവാതെ മാക്സിമം അന്ന് തന്നെ കണ്ടു തീർത്ത് അന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ചിലർക്കൊക്കെ ഈസി ആയിരിക്കും, പക്ഷേ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് സമയമെടുത്ത് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.